നിങ്ങൾ ആരെങ്കിലും ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ? കൂടോത്രം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് ലൈഫിൽ ചിലപ്പോഴൊക്കെ ഓരോ പണി കിട്ടിയിട്ട് വിശ്വസിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഞാനത് വിശ്വസിക്കില്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ, പല ആളുകളും പിന്നീട് ദൈവവിശ്വാസത്തിലേക്ക് പോകുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്, ബ്ലാക്ക് മാജിക്കിലേക്ക് പോകുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിത് ഇൻട്രോയിൽ പറഞ്ഞെന്ന് വെച്ചാല്, ഇപ്പൊ ഷെഫീന ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, റൂഹി ജാൻ എന്നെ കോൺടാക്ട് ചെയ്തു, അവർ പറയുന്ന പല കാര്യങ്ങളും എന്നെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അതായത് അവർ പറഞ്ഞ വാക്കുകൾ ഇഷ്ടമല്ല എന്നുള്ളതല്ല, അവരെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അതെന്താണെന്നറിയോ? ആത്മാക്കളുടെ ഒരു സാന്നിധ്യം നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്തരം ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും തീരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തള്ളിക്കളയും, ചിലപ്പോൾ ആളുകൾക്ക് ഭയം ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഞാനത് ഉടനെ തന്നെ അടുത്തുള്ള ആളുകളോട് പറയാറുണ്ട്. വീട്ടിൽ സംഭവിക്കും, വീട്ടുകാരോട് പറയും, അല്ലാത്ത സ്ഥലത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ സുഹൃത്തുക്കളോട് പറയും. അത് അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ റൂഹി ജാൻ സംസാരിച്ച സമയത്ത് ഇവർക്ക് ഉണ്ടായ ഒരു അനുഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. നിരന്തരമായിട്ട് രേണുവിന്റെ പ്രഹസനങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് കരീഷ്മയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അവസ്ഥയിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. ഞാൻ റൂഹിജാൻ എന്നോട് സംസാരിച്ച സമയത്ത് റൂഹിജാൻ പറഞ്ഞു, അങ്ങനെ ഉറക്കം പോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ എനർജിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, എനിക്ക് ഇന്ന് ഉറക്കം ഒഴിച്ചു കഴിഞ്ഞാൽ നാളെ ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നം വരുന്നില്ല, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഒരു എനർജി പ്രശ്നമില്ല. അതായത് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾ പണികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റിലുള്ള ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ശാരീരികമായിട്ട് തകർക്കാൻ അതിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഷെഫീന ബി പറഞ്ഞ ഈ വാക്കുകൾ നമുക്കൊന്ന് കേട്ടാം. റൂഹി പറയുന്നതിൽ ഒരുപാട് കാര്യം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് കാര്യം. ആൻഡ് അതുകൊണ്ട് തന്നെ റൂഹി ഒരു പ്രാവശ്യമേ ഞാൻ സംസാരിച്ചോളൂ, പിന്നെ സംസാരിക്കാൻ ഞാൻ തയ്യാറായില്ല. ബിക്കോസ് ഞാൻ മെന്റലി ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ആവുന്നുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയുമോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല, അത് നമുക്ക് അതിലേക്ക് എത്താം. പക്ഷെ റൂഹി പറയുന്ന 99% ശരികളാണ്. അവൾ പറയുന്നത്, അവളുടെ അസംഷൻ, അത് മാത്രമല്ല എന്നെ പറ്റി അവർ പറഞ്ഞത്, എന്നോട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ സെയിം ടൈം ഞാൻ തന്നെ വണ്ടർ അടിക്കുന്ന കുറെ ഇതുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചില വീഡിയോസ് ഞാനിട്ട വീഡിയോസ് ഞാൻ തന്നെ കേൾക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താ ഇങ്ങനെ കേൾക്കുന്നതെന്ന്. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് തന്നെ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. സം മാനർ സംതിങ് ഞാനല്ല പറയുന്നത്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം എന്തോ ഒരു ശക്തി നമ്മളെ നയിക്കുന്നുണ്ട്, സ്പെഷ്യലി ഇത്തരം ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ. നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ, എല്ലാവരും എതിർത്ത് നിൽക്കുന്ന സമയത്തും എന്റെ ഒരു പോയിന്റ് ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന്. ദാറ്റ്സ് ബിക്കോസ് അത് സം സോർട്ട് ഓഫ് ഒരു തേർഡ് ഐ തന്നെയാണത്. അത് എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതാണ്. ഉള്ളിലിരുന്ന് ആരോ പറയും, ആ നാക്കിലേക്ക് അത് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ഒരു ഫ്ലോ ആണ്, അല്ലാതെ ഇത് കട്ട് പേസ്റ്റ് എന്നെ കൊണ്ട് പറ്റാറില്ല. എനിക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ചില വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ റൂഹിജാൻ പറഞ്ഞ ആ കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ഈ വാഹനത്തിന്റെ ഉള്ളിൽ തന്നെയാണ് അനുഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും എനിക്ക് വീണ്ടും ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഭയമില്ല കേട്ടോ, ഇത്തരം കാര്യങ്ങൾ ഭയമില്ല. കാരണം നിരന്തരം ഇത്തരം കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയപ്പാടൊന്നുമില്ല. എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഞാനത് കൺഫേം ചെയ്യും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അത് എത്ര സമയമാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യും, അത് കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ പലതും നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവർ പറയുന്നത് കേട്ടില്ലേ, അറിയാണ്ട് പറഞ്ഞു പോകുന്നുണ്ട് ചില കാര്യങ്ങൾ എന്നുള്ളത്. സത്യസന്ധമായ കാര്യമാണല്ലോ. നമ്മുടെ നാക്ക് ഉണ്ടല്ലോ, ആ നാക്ക് ചില സമയത്ത് നമ്മുടെ കൈകളിലല്ല എന്നുള്ളതാണ്. ചില ആളുകൾ സത്യം വിളിച്ച് പറയാൻ എത്ര മടിച്ചാലും പുറത്തേക്ക് ചാടുക തന്നെ ചെയ്യും. ചില ആളുകൾ അതിങ്ങനെ മുറുകെ പിടിച്ച് നെഗറ്റീവ് എനർജി ഇങ്ങനെ കൂട്ടി വെച്ച് മുന്നോട്ട് പോകും. പക്ഷെ അധികം നാളൊന്നും ഓടില്ല എന്നുള്ളതാണ്. ഇപ്പൊ രേണുവിന് ഈ സ്വർണ്ണക്കടത്തുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ റൂഹിജാൻ പറഞ്ഞതുപോലെ തന്നെ അവരതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അവിടെ തന്നെ കിടന്നു പോകാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് റൂഹി പറയുന്നത്. കൊല്ലസുദ്ധിയുടെ ആത്മാവ് അവരുടെ അടുത്തില്ല. അതുപോലെ തന്നെ റിഫയുടെ ആത്മാവ് ഇപ്പോഴും ഗതികിട്ടാതെ അലയുകയാണ്. ഗതികിട്ടാതെ അലയാന്ന് പറയുമ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ടതായിട്ടുള്ള നീതി അത് കിട്ടാതെ അവരുടെ ആത്മാവിന് ഒരു സമാധാനം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് റൂഹിജാൻ പറയുന്നത്. അതിൽ നിയോഗിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് നിരന്തരമായി ഈ വിഷയങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആകെ 1 2 ചിലപ്പോൾ 5 ആള് അതിനുള്ളിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ റൂഹിജാൻ തന്നെ പറയുന്ന പല കാര്യങ്ങളും അതിന് റീച്ച് ഇല്ല. ഇപ്പൊ ഞാനത് വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴോ മറ്റുള്ള ആൾ റിയാക്ട് ചെയ്യുമ്പോഴോ കൂടുതൽ ആളുകളിലെത്തുന്നത്. അതാണ് പറയുന്നത്,
നിയോഗിക്കപ്പെട്ട ആളുകളിലൂടെ തന്നെ അത് എത്തുമ്പോഴാണ് കൂടുതൽ സ്വീകാര്യത കിട്ടുക എന്നുള്ളത്. റുഹിജാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഒഴിവാക്കാട്ടോ, മുഴുവനായിട്ട് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇത് പറയുന്നത് നിങ്ങളൊന്നും കടിച്ചു തൂങ്ങി ഈ വിഷയത്തിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്ന് പറ. കഴിഞ്ഞ വീഡിയോയ്ക്ക് എത്രമാത്രം ആളുകളെ കമന്റ് ഇട്ടുന്നു നോക്കി നോക്ക് നിങ്ങൾ പോയിട്ട്. എത്ര ആളുകളാണെന്നറിയോ അനുഭവമുണ്ട്, ഇത് വലിയൊരു ഭാഗ്യമാണ്, പല ആളുകളും പറയുന്നുണ്ട്. ഇതൊന്നും കേട്ടുകൊണ്ട് ആരും പേടിക്കാനും നിൽക്കണ്ട. നമ്മളെ ഈ ഭൂമിയിൽ നശിപ്പിക്കാൻ ഒരൊറ്റ മൃഗത്തിനെ പറ്റുള്ളൂ, അത് മനുഷ്യമൃഗത്തിന് മാത്രമാണ്. ആത്മാക്കൾക്കൊന്നും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ബ്ലാക്ക് മാജിക്, കരീഷ്മ ചേച്ചി കൊള്ളാം കൊള്ളാം കൊള്ളാം. പക്ഷെ ചില ആളുകൾക്കൊക്കെ നല്ല പോസിറ്റീവ് എനർജി ഇങ്ങനെ കിട്ടുള്ളൂ, നല്ല ഓറ കിട്ടും. ആ ഓറയുടെ അടുത്തേക്ക് ബ്ലാക്ക് വരില്ല, അത് മനസ്സിലാക്കുക നിങ്ങൾ. ഒരു ധൈര്യം, നീ ഇതിൽ പോയാൽ നീ തോക്കില്ല, നീ ഇതിൽ പോയാൽ നീ ശരിയായ പാതയിലാണ് എന്ന് പറയും. അതേ സെയിം ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ടൈം ഉള്ളിലേക്ക് ഒരു ഇരച്ചു കയറ്റം ഉണ്ടാകും. സ്റ്റോപ്പ് ഇറ്റ് എന്ന് ഉള്ളത്, അത് പറഞ്ഞത് തെറ്റാണ്, അത് പറയരുത് എന്ന്. പലരും വണ്ടറടിക്കുന്ന എന്റെ ശത്രുക്കളെല്ലാം തന്നെ വളരെ രീതിയിൽ ടയേർഡാകുന്ന ഒരു കാര്യം, എങ്ങനെ ഇവളെ ഇരുത്താം എന്നുള്ളത്. നടക്കാത്തതിന്റെ പിന്നിൽ ഈ റൂഹിജാൻ പറയുന്ന ഒരു വലിയ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. നന്മകൾ പിന്തുടരുന്ന ആളുകൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പരീക്ഷണങ്ങൾ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പരീക്ഷണങ്ങളിലൂടെ നമ്മൾ നടത്തുക തന്നെ ചെയ്യും. പക്ഷെ ചില മീഡിയേറ്റേഴ്സ് ഉണ്ട്, ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആളുകൾ, അവരെ തളർത്താൻ കഴിയില്ല. അത്രമാത്രം ആളുകളുടെ പ്രാർത്ഥനകളും ഉണ്ടാവുന്നുള്ളതാണ്. ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടില്ലേ നമ്മൾ? രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ അസുഖം വന്നത് കൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എണ്ണം കുറവായിരിക്കും. ഇപ്പൊ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഷെഫീന ബീവി തന്നെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ രേണു സുധി കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ്? ഈ വട അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊന്നും കൂടാതെ സബ്സ്ക്രിപ്ഷൻ വഴി കാണിച്ച കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? പലതും അറിയാത്ത ആളുകളാണ് അവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം അറിയുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങളെ പോലെയുള്ള ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അതില് എന്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ ജെനുവിനായി പണിയെടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. ഇപ്പൊ കിച്ചുവിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ ഒരു പണിയില്ല. കിച്ചു അങ്ങനെ, കിച്ചു ഇങ്ങനെ, കിച്ചു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ വെറുതെ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ മിസ്ലീഡിങ് ചെയ്തില്ല എന്നല്ല പറഞ്ഞു, മിസ്ലീഡിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് അത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ, എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി എന്നുള്ളതാണ്. ഇപ്പൊ രേണുവിന്റെ ഒരു അപ്ഡേഷൻ അറിയാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവാം. അത് ജെനുവിനാണെങ്കിൽ ഓക്കെ, ജെനുവിൻ അല്ലടോ. വേറെ ഏതെങ്കിലും ഡോക്ടർ, വേറെ ഏതെങ്കിലും പേഷ്യന്റ്, വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതിനോട് കൊടുത്തില്ല. ഇപ്പൊ ഞാനൊരു തവണ ചെയ്തിട്ടുണ്ടാകും. അത് ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ മനസ്സിലാക്കാം, അതിനെ എങ്ങനെ ശുശ്രൂഷിക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണെന്നുള്ളതാണ്. അതോടുകൂടി ഞാൻ നിർത്തി. പക്ഷെ അതൊരു ചങ്ങല പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ. കൊള്ളാം, എന്തായാലും ബാക്കി കേൾക്കാം. ഇതുവരെ പറയാൻ തോന്നിട്ടില്ലല്ലോ. കരീഷ്മയാണോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? one time she said me, കരീഷ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, സാത്താൻ സേവ സംതിങ് ഷീ ഡസ്, ഡു എവറിത്തിങ് കരീഷ്മ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെയ്യും. You will see. കരീഷ്മയോടും രേണുവിനോടുമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് എന്നോട് കുറെ പേര് സൂചിപ്പിച്ചൊരു കാര്യമാണ്. അവർക്ക് ബ്ലാക്ക് മാജിക് ഉണ്ട്, അതിന്റെ സൈഡ് എഫക്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന്. യെസ്, ഓഫ് കോഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പിരികത്തിൽ കൊണ്ട് പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ആക്സിഡന്റ് എന്റെ കുഞ്ഞ് മെറ്റ് ചെയ്തിരുന്നു. അത് ആ വണ്ടി കണ്ടാൽ, ആ വണ്ടി ഓടിച്ചിരുന്ന ആള് ലൈവ് വന്ന് പോട്ടെ, പിന്നെ സർവൈവ് ചെയ്യുന്നത് പോട്ടെ, അതിൽ ജീവനോടുണ്ടാകുമോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്റെ കുഞ്ഞിന്റെ പുറത്ത് ഒരു പോറല് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും വണ്ടറായിരുന്നു. എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഓർമ്മയില്ല, പക്ഷേ ഫുൾ ചെക്കപ്പ് ആയിരുന്നു. ഫുൾ ബോഡി ചെക്കപ്പ് നോക്കി ഒരു പോറൽ പോലും എന്റെ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഭാഗത്ത്, കണ്ണിന്റെ ഭാഗത്ത് ഒരു ചെറിയ റെഡിഷ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ക്യൂർ ആയി എന്നുള്ളതാണ്. ഞങ്ങൾ പതറിപ്പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ബ്ലാക്ക് മാജിക്, നമ്മൾ വിശ്വസിക്കുന്ന പ്രകൃതി എന്ന ശക്തി, അല്ലെങ്കിൽ നമ്മൾ ഓരോ ആളുകളും വിശ്വസിക്കുന്ന ദൈവത്തിനേക്കാൾ മുകളിലാണോ ഈ ബ്ലാക്ക് മാജിക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിന് ഒരുപാട് ആളുകൾക്ക് നെഗറ്റീവ് പറയാനുണ്ടാവും കേട്ടോ. ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് പറയും അങ്ങനെയൊന്നും ഇല്ല, ചില ആളുകൾ പറയും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളായിരിക്കും. എന്തൊക്കെയായാലും നമ്മൾ കൊണ്ടു നടക്കുന്ന നന്മയാണെങ്കിൽ നമുക്ക് നന്മ ലഭിക്കുകയും തിന്മ കൊണ്ട് നടന്നാൽ നമുക്ക് തിന്മ ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം. അങ്ങനെ അവർ കൊണ്ടു നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം കിട്ടിയിരിക്കുന്നത് രണസുനൊക്കെയാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം, നല്ലതാണ്. അപ്പൊ ഷെഫീന ബീവിയുടെ ലൈഫിലും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഞങ്ങളത് ഓവർകം ചെയ്തത് ദൈവാധീനം മാത്രമാണ്, ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. വളരെ അങ്ങനെയാണ് ഞാൻ എന്റെ ചാനലിൽ നിന്ന് തന്നെ കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ ഒഴിവാക്കി. കാരണം ഫോട്ടോ വെച്ചാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നുള്ളതാണ്.
പിന്നീട് അറിയാം. ഇതൊന്നും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ബട്ട് നമ്മളെ ഫോഴ്സ്ഫുള്ളി അത് ട്രസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ദ സെയിം ടൈം സോൾ എന്ന് പറയുന്നത് ഇതൊരു റിയൽ ആണ്. ഈ റിഫ മെഹനുവിന്റെ വിഷയത്തിലും എനിക്ക് ഒരു കാര്യവും ഇല്ല. ആ ഒരു വിഷയം എനിക്ക് ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമായിരുന്നത് ആയിട്ട് കൂടെ ഞാൻ അതിന്റെ A to Z പിറകെ പോയി, ഒരു കാര്യമില്ലാണ്ട്, ഒരു റീസണും ഇല്ലാണ്ട് അതിന്റെ പുറകെ പോയി അതിന്റെ ആ സത്യാവസ്ഥ മനസ്സിലാക്കി നിസ്സഹായായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. ഐ നോ ഹൂ അവരാര്, അവരെന്തിനു ചെയ്തു, ആ കുട്ടി എങ്ങനെ എന്നുള്ളതൊക്കെ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായതാണ്. ബട്ട് ഇറ്റ്സ് അൺഫോർച്യൂൺ. എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 ആൺമക്കളാണ്. അപ്പോൾ എന്റെ ലിമിറ്റേഷൻസ്, പക്ഷെ അത് ഞാൻ പൊതുസമൂഹത്തിനോട് എന്തെങ്കിലും ഒരിക്കൽ വിളിച്ചു പറയും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഡയറക്റ്റ് വരും. ഞാൻ തന്നെ പിടിച്ചിട്ടിരിക്കുന്ന സാധനം ഓപ്പൺ എയറിൽ ടക്കേന്ന് വന്ന് അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം. അതായത് എല്ലാം ക്ലൗഡിൽ സേവ്ഡ് ആണ് എന്നുള്ളത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാ ഇടങ്ങളിലും അത് എത്തുക തന്നെ ചെയ്യുന്ന പറയുന്നത്. എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത് പുറത്തു വരാൻ സമയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണെന്നുള്ളതാണ്. ഇപ്പൊ റോഹിജാൻ റിഫയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു എനിക്ക് കുറെ ഡാറ്റ കിട്ടി, ഞാനതെടുത്ത് വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പല കാര്യങ്ങളും റിഫയിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പിന്നെ റോഹിജാൻ രേണുവിനെ പിടിച്ച് കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരവും അത് ദുബായിലെ സെക്സ് റാക്കറ്റോ അല്ലെങ്കിൽ സ്മഗ്ലേഴ്സോ ആണെന്നുള്ളതാണ്. പല ആളുകളും പല സെലിബ്രിറ്റീസുകളും കണക്റ്റഡ് ആയി കിടക്കുകയാണ്. ഇപ്പൊ രേണുസുതി ഇത് കൊണ്ടുപോയി എന്നോ അല്ലെങ്കിൽ രേണുസുതി ഇത് തന്നെയാണ് പണി എന്നൊന്നും റോഹിജാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. റോഹിജാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, അവിടെ നിന്നും നിങ്ങൾ കണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണം. അതാ പറയുന്നത്. അല്ലാതെ രേണു കള്ളക്കടത്ത് ചെയ്യുന്നു എന്നൊരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ബന്ധങ്ങൾ പലതും ഉണ്ട്, അത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുന്ന സമയത്ത്, ഒരുപാട് സെലിബ്രിറ്റികളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും യഥാർത്ഥ വില്ലന്മാർ പുറത്ത് ചാടുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പാടുള്ളതാണോ? ചിലപ്പോൾ ചില പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു മാലയൊക്കെ കൊടുത്തത് നാട്ടിൽ വിടറ എന്നൊക്കെ പറയുമ്പോൾ 1000 രൂപ കിട്ടിയാൽ അത് നല്ലതല്ലേ എന്ന ധാരണയിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ആരെങ്കിലും സയനൈഡ് കലക്കോ? ഇല്ലല്ലോ. അതാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ ഒരു സപ്പോർട്ടും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഷെഫീന ബീവിയുടെ ലൈഫിലും ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഭീഷണികളുണ്ട്. രേണുവിനെതിരെ വീഡിയോ ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഭീഷണികളുണ്ട് എന്നുള്ളതാണ്. കരീഷ്മയ്ക്കെതിരെ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഒരു പക്ഷേ ഇവർക്ക് ബ്ലാക്ക് മാജിക്കിന്റെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഇത് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്തായാലും പറയാം. എന്റെ അച്ഛന്റെ അച്ഛൻ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാറിയിട്ടാണ് ഞങ്ങൾ അതിനെ താമസിച്ചിരുന്നത്. ഈ അച്ഛന്റെ അച്ഛൻ ഭയങ്കര പേര് കേട്ട ഒരു ബ്ലാക്ക് മജിഷ്യൻ ആണ് എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത് എന്തായാലും ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് കിട്ടുമല്ലോ. അത് കുടുംബത്തിൽ വേറെ ആൾക്കും കിട്ടിയിട്ടില്ല. കാരണം ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ ഇന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ ചെറിയൊരു എനർജി എന്നിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കേട്ടോ. കാരണം ഞാൻ പലതും കണ്ടിട്ടുണ്ട്, പലതും കാണാറുണ്ട്. അതൊന്നും കാണുമ്പോൾ ട്രൗസറിലൂടെ മൂത്രമൊഴിക്കുന്ന ഒരു പരിപാടി എനിക്കില്ല, കാല് കൂട്ടിയടിക്കുന്ന ഒരു പരിപാടി എനിക്കില്ല. അതൊരു സാധാരണ സംഭവമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഓക്കെ നമ്മൾ വിഷയത്തിന് എഴുതി മാറണ്ട, ബാക്കി കേൾക്കാം. പയ്യനെ തൊട്ടാൽ ചെയ്യും, അതിന് തർക്കമില്ല. പിന്നെ 2 വർഷം മുമ്പാണ് അയാൾ മരിച്ചത്, സുധി മരിച്ചത്. സുധി മരിക്കുന്നിടം വരെ 2 3 ആ വർഷം വരെ സുധിയാണ് കിച്ചുവിന് ചെലവിന് കൊടുത്തത്. ഒരുത്തികളുടെയും വടവിറ്റ പൈസയല്ല ആ കുട്ടി കഴിച്ചുകൊണ്ടിരുന്നത്. 1000 2000 നീ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പണം അവന്റെ അച്ഛൻ മരിച്ച സിമ്പതിയുടെ പുറത്ത് ആ കുട്ടി പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് അവന് കിട്ടേണ്ട പണം തന്നെയാണ് നിന്റെ കയ്യിലേക്ക് വന്നത്. അവന്റെ ഔദാര്യത്തിലാണ് നീ ഇപ്പോഴും ജീവിക്കുന്നത്. മേ ബി ബിഷപ്പ് കൊടുത്ത പ്രോപ്പർട്ടി ആയിരിക്കാം, പക്ഷെ അതിൽ വെച്ചിരിക്കുന്ന വീട്, അതിന്റെ പണം, അത് കിച്ചുവിനും കൂടെ അവകാശപ്പെട്ടതാണ്. അത് കൃത്യമായിട്ടുള്ള വിഹിതം ആ പയ്യന് കൊടുത്തൊഴിവാക്കും. അത് മാന്യത. എന്നിട്ട് അച്ഛന്റെ കുടുംബ സ്വത്തിൽ നീ കിടന്നു, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ആ കുട്ടിയുടെ അവകാശമാണത്. ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് നിരന്തരമായിട്ട് കിച്ചുവിനെ ഇങ്ങനെ കുറുഷിക്കുകയും കിച്ചുവിനെ തന്നെ വെറുപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കിച്ചു അവസാനം ഒരു തീരുമാനം എടുക്കും. ആ വീടും വേണ്ട, ഒരു മണ്ണാങ്കട്ടെ എനിക്ക് വേണ്ട എന്നുള്ളത്. അപ്പൊ ആർക്കാണോ ഗുണം കിട്ടാൻ പോകുന്നത്? അത് രേണുവിന് തന്നെയാണെന്നുള്ളതാണ്. രേണുവിന്റെ കയ്യിലേക്ക് ആ വീട് എത്തും എന്നുള്ളതാണ്. പിന്നെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിഷപ്പേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, രമ്യയും കുടുംബവും ഒക്കെ അവിടെ വന്നിട്ട് അവിടെ ആകെ കൊളാക്കി വെച്ചിരിക്കുകയാണ്, എന്തൊക്കെയോ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അയൽക്കൂട്ടം സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കിച്ചുവിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിച്ചു അങ്ങ് ഒഴിവാക്കി പോകും. അങ്ങനെ കിച്ചു ഒഴിവാക്കി പോകരുതെന്ന് ഞാൻ പറയുന്നത്. കാരണം കിച്ചുവിന് അവകാശപ്പെട്ട ഒരു വീടാണ് അവിടെ ഇപ്പൊ ഉള്ളത്. ആ വീട്ടിലേക്ക് പോലും വരരുത് എന്നൊക്കെ ബിഷപ്പൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്.
കഴിഞ്ഞില്ല. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കിച്ചുവിന്റെ പഴയ ഒരു വീഡിയോ, ആ വീഡിയോനെ ഓഡിയോ ആക്കിയിട്ട് കുറെ ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്താ ഞാൻ പറയണ്ട്. ഈ ഒരു അവസരത്തിൽ അവനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഓക്കെ, വെറും ഏണിംഗ് ആണ് ലക്ഷ്യമിടുന്നതെങ്കിൽ കുറച്ച് കൂടുതലായി പോയി. ആ കുട്ടിയെ എത്ര ദിവസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. 3 വർഷം മുമ്പോ 2 വർഷം മുമ്പോ മരിച്ചുപോയി അവന്റെ അച്ഛന്റെ ചെലവിലിരുന്ന ആ പയ്യൻ ഈ 3 വർഷത്തിൽ അവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം അവൾ വടവിറ്റ് കൊണ്ടുവരുന്നതാണെന്ന് അറിഞ്ഞ ദിവസം അവനത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അവൾ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞിടത്തല്ല അവൻ പറ്റൂല എന്ന് പറഞ്ഞത്. അവൻ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഈ പണം വേണ്ട എന്നാ പറഞ്ഞത്. അതിന്റെ പിന്നിലുള്ള ആ ചേതോ വികാരം, സംസ്കാരം, അത് അവന്റെ അച്ഛമ്മയിൽ നിന്ന് കിട്ടിയതാണ്, അവന്റെ അച്ഛൻ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ കുട്ടിക്ക് ആ ബോധമുണ്ട്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പൈസ എനിക്ക് വേണ്ട. ഒരുപക്ഷെ നമ്മളുടെയൊക്കെ വീഡിയോ അവന് കുറച്ച് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. ഞാനൊക്കെ അത് എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പെണ്ണ് വടവിറ്റ പൈസ വേണോടാ നിനക്ക് തിന്നാ, നാണയില്ലേ നിനക്കെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കറക്റ്റ് ആയിരുന്നോടോ. രേണുവിന്റെ ഓരോ കാട്ടിക്കൂട്ടലുകളും പ്രഹസനങ്ങളും ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ അവന്റെ കൂട്ടുകാർ പോലും അവനെ കളിയാക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് അവൻ മാറുന്നത്. അമ്മയാണോ പെറ്റമ്മയാണോ എന്നൊന്നുമില്ല. നമ്മൾ പ്രായത്തിൽ മുതിർന്ന ഒരാളെ കാണുന്നത് ഏത് രീതിയിലാണ്? നമ്മൾ റെസ്പെക്ട്ഫുള്ളി ആണ് കാണുന്നത്. അവിടെ നമ്മൾ മാതാവിനെ കണ്ടതുപോലെ തന്നെയാണ് പെരുമാറാറ്, അല്ലെ? പക്ഷെ എങ്ങനെ പെറ്റമ്മയാണെങ്കിലും പോറ്റമ്മയാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ശരീരമെല്ലാം പ്രദർശിപ്പിച്ചിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഇടുമ്പോൾ അത് അവന്റെ കൂട്ടുകാർ കണ്ട് അവനെ കളിയാക്കുമ്പോ എങ്ങനെ സഹിക്കുമെടൂ? എന്നിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്ന പണമാണ് ഇവന് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അവനത് മനസ്സിലാക്കിയ നിമിഷം ഒരു മെസ്സേജ് അങ്ങ് ഇട്ടിരുന്നു, ചാച്ചി അത് കാണാതെ പോയി, അത്രേ ഉള്ളൂ. ചിന്തിക്കുന്നത് തന്നെയാണ് റൂഹി ജാൻ പറയുന്നത്. വളരെ ക്ലിയർ ആയ കാര്യമാണ്. റൂഹി എന്നോട് ഇത് സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി. അന്ന് ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞതും ഇത് തന്നെയാണ്. അവർ പറഞ്ഞപ്പോഴാണ് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടറിങ്ങില്ല. ഞാൻ എന്റെ അമ്മയോട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അമ്മ കാണുന്നത് അമ്മയ്ക്ക് അറിയാൻ പറ്റും. അപ്പോഴും അമ്മ പറഞ്ഞു അതെന്തോ ചൈതന്യമാണ്, ആരോ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ദൈവത്തിന്റെ ഒരു ഇതൊക്കെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടെന്ന് റൂഹി പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതൊരു ബ്ലെസ്സിംഗ് അല്ല കേട്ടോ, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അതൊരു ബ്ലെസ്സിംഗ് അല്ല. നമ്മളെ അവർ നിയോഗിച്ചിരിക്കുകയാണ്. ആ നിയോഗത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന സ്വസ്ഥത നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. എന്നെ കൊണ്ട് ഒക്കത്തില്ല, അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കത്തില്ല. സ്ലീപ്ലെസ് നൈറ്റ്, ഹെൽത്ത് പ്രോബ്ലംസ്, നന്നായി നടന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇരുന്ന് പോകും. ഒത്തിരി പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പ്രോബ്ലംസ്. സോ ഇതിൽ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് നമ്മുടെ നാവിലേക്ക് വരുന്ന ആ സത്യങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ തെളിയാറുണ്ട്. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ് എങ്കിൽ പോലും അതൊരു ബ്ലെസ്സിംഗ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ബ്ലെസ്സിംഗ് ആണെങ്കിലും ബ്ലെസ്സിംഗ് അല്ല. ആദ്യം എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ഉറക്കം വല്ലാണ്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ബ്ലാക്ക് മാജിക് ബാക്കിൽ ചാച്ചി കളിക്കുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം മനസ്സിനകത്ത് ഇങ്ങനെ കിടന്ന് കളിച്ചിരുന്നു, ഉറക്കമില്ലായ്മ. എന്നാൽ ഈ ഉറക്കമില്ലായ്മയിൽ നമുക്ക് ക്ഷീണമൊന്നുമില്ല കേട്ടോ, ക്ഷീണമൊന്നുമില്ല. ജിമ്മിന് പോകുന്നു, ഒരു കുഴപ്പമില്ല. രാവിലെ എണീറ്റ് ഒരു കുഴപ്പമില്ലാതെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കേട്ടോ. ഞാനത് ഇരുന്നങ്ങ് റിവീൽ ചെയ്ത് എന്താണ് മോനെ നീ ആലോചിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളിൽ ഇല്ലീഗലായിട്ട് നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും കണ്ടെത്താനുള്ള ത്വരയാണ് വരുന്നത്. ആ ത്വര എങ്ങോട്ട് എത്തിപ്പെടുന്ന മനസ്സിലായില്ലേ? സ്മഗ്ലേഴ്സ്, ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന ആളുകളിലേക്ക്, ഗൾഫിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതിങ്ങനെ കണക്റ്റായി പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. ഈ സെലിബ്രിറ്റികളുടെ ഇമ്മാതിരി ഊളത്തരങ്ങൾ കണ്ടെത്താനും അത് പുറത്തു കൊണ്ടുവരാനാണ് തോന്നുന്നുള്ളതാണ്. ഇപ്പൊ ഹക്കീം എന്ന് പറയുന്ന എന്റെ കെസറ്റ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവൻ കുറെ ഊളത്തരങ്ങൾ കുറെ കാലങ്ങളായി ചെയ്യുന്നതാണ്. അവനൊക്കെ കൃത്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവൻ വലിയൊരു സംഭവം എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ അവനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അവൻ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താണ്? പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് എനർജി കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പോയി കടന്നു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് കിട്ടുന്ന പൈസ നക്കിയിട്ട് അവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും. അവന് വീഡിയോ 25,000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അവൻ സ്റ്റോറി ഒക്കെ ഇടുന്നൊക്കെ പറയുന്നുണ്ട്. യുഎയിൽ അവൻ പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവൻ റോട്ടിലൂടെ നടന്നു പോകുന്ന വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അവനെ പോലെ കുറെ എണ്ണത്തിന് പൊക്കാനുണ്ട് എന്നുള്ളതാണ്. അവന്റെ വീഡിയോ ലീക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ അതൊന്ന് വൈറലാണ്. അവൻ കിക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ലൈവ് ഇട്ടതാണ്. ലൈവ് അവന്റെ ക്യാമറ അറിയാണ്ട് ഓൺ ആവുകയും അതിലൂടെ വീര്യം കൂടിയ ഏതോ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സംഭവം കണ്ടത്. നിയമവിരുദ്ധമായ കാര്യമാണ്. യുഎയിലൊക്കെ തീർച്ചയായിട്ടും പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5-6 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ ഒരു GCC രാജ്യത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്കാവും. പിന്നെ സൗദിയിലേക്ക് ഓൾറെഡി ബാൻ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെ ഇതിന്റെ പല ആളുകളും പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോഴത്തെ പ്രധാന കണ്ണികൾ അവരൊക്കെ നാളെ പുറത്ത് വരിക തന്നെ ചെയ്യും. അവർ ചെയ്ത തെമ്മാടിത്തരങ്ങൾ നാളെ പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിരന്തരം ഉറക്കമില്ലായ്മ, നിരന്തരം ഓവർ തിങ്കിങ്, ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. ഞാനത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ആ വീഡിയോയിലും പറയുന്നുണ്ട്. എന്റെ അനുഭവങ്ങൾ എന്റെ മാത്രം കാര്യങ്ങളാണ്. നിങ്ങൾ അന്ധവിശ്വാസമായിട്ട് മാത്രം എടുക്കണം. അതൊന്നും നിങ്ങൾ തലയിൽ കയറ്റി വെക്കേണ്ട എന്നുള്ളത് ഞാൻ ഇന്നും ആവർത്തിക്കുന്നു. ഞാൻ കണ്ട കാര്യങ്ങൾ അത് എന്റെ മാത്രം കാര്യങ്ങളാണ്. ഞാനത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ കരുതാവൂ. നിങ്ങൾ ഇതും കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കണ്ട. ഈ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി അല്ലെ? അത്രയും വർഷങ്ങളിലായിട്ട് എത്രയോ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ മരിച്ച ഭൂമിയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് എല്ലാം കാണാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് വെളിച്ചം വരില്ല. അത്രമാത്രം ഉണ്ടത്. അത്രേ പറയുന്നുള്ളൂ. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.